അതെ, റസ്മിൻ്റെ എവിക്ഷൻ ഒരു വല്ലാത്തൊരു ഷോക്ക് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിന് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് തന്നെ പറയാം. കാരണം അതായത് റസ്മിൻ പോയതോടെ പല സംഭവങ്ങൾക്കും അതായത് സീക്രട്സിലേക്കും പല ഇതിലേക്കും വഴിതിരിഞ്ഞിരിക്കുകയാണ്. അതായത് എല്ലാവർക്കും ഒരു ചിന്താ വിഷയമായിട്ട് ഇൻഡിവിജ്വലിസം അതേപോലെ ഗ്രൂപ്പിസം ഇതിലെല്ലാവർക്കും ഒരു ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നത് എന്താ സംഭവിച്ചത്, എന്തുകൊണ്ട് റസ്മിൻ പോയി, അതല്ല എന്നുള്ള എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ഇപ്പോൾ എല്ലാം ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ്. ചിന്തിക്കാൻ തുടങ്ങി, ശരിക്കും എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി എന്താണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ജിൻറ്റോ, അഭിഷേക് ആൻഡ് നന്ദൻ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ അതേപോലെ അഭിഷേകും നന്ദനും സംസാരിക്കുന്നത്, ഇവർ 3 പേര് ആദ്യം പറയുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം ഈ കംപ്ലീറ്റ് കളി സായിയാണ്. സായിൻ്റെ കല്ലുണ്ട്, സായി എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നത് ഈ കല്ല് എനിക്ക് വേണ്ട, ഞാൻ ശ്രീരേഖ കൊടുത്തു, പിന്നെ ഇപ്പോൾ അർജുന കൊടുത്തു, എൻ്റെ അടുത്ത് നിന്നു, അങ്ങനെ ഇപ്പോൾ എല്ലായിടത്തും പറഞ്ഞു നടക്കുക എനിക്ക് കല്ല് എനിക്ക് വേണ്ട, ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം, ആരും കൊടുക്കുന്നില്ല, അപ്പോൾ കൊടുക്കാം. അപ്പോൾ അതാണ് ഒരു വേറെ ഇമ്പാക്റ്റ്, പുറത്തേക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സായി ശ്രമിക്കുകയാണ്. തന്നെ അത് മാത്രമല്ല പറഞ്ഞെടുക്കേണ്ടത്, ഇപ്പോൾ പണപ്പെട്ടി വരികയാണെങ്കിൽ സായി പറഞ്ഞു ഞാൻ കൊണ്ടുപോകും, സായി കൊണ്ടുപോകുന്നു പറഞ്ഞാൽ ശരി തന്നെയാണ്. അപ്പോൾ ഇതേ സംഭവം പറഞ്ഞു നടക്കുമ്പോൾ തന്നെ സായി പറയുന്നത് അതെ ഞാൻ പണപ്പെട്ടി വരികയാണെങ്കിൽ ഞാൻ കൊണ്ടുപോകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ സമയത്ത് ജിൻഡോ വീണ്ടും അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും അഭിഷേകും നന്ദനും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അഭിഷേക് നന്ദനെന്ന് പറയുന്നുണ്ട് ഈ കാര്യം ജിൻഡോ സായി മാത്രമല്ല സായി വിഷ്ണുവിൻ്റെ അടുത്ത് വിഷ്ണു പറഞ്ഞു അത്രേ പെട്ടി വരികയാണെങ്കിൽ പെട്ടി ഞാൻ എടുക്കുന്നത്. അപ്പോൾ പലരും പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുവരെ പെട്ടി ആരെടുക്കുന്നുള്ളത്. അപ്പോൾ ആര് എടുക്കുന്നുള്ളത് ഇവർ കൺഫ്യൂഷൻ നിൽക്കുന്നത് വിഷ്ണു പറയുന്നുണ്ട്. അതുപോലെ ശ്രീതു ചിലപ്പോൾ എടുക്കും, പക്ഷേ അത് വ്യക്തമല്ല, ക്ലിയർ അല്ല എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും പണപ്പെട്ടി പോകാനാണ് കളിക്കുക. അപ്പോൾ ആരുടെ മൂലം വിശ്വാസമില്ല. ഇപ്പോൾ വിശ്വസിക്കുന്ന കാര്യമില്ല. അത് ആ സമയത്ത് എന്താ പറയുക, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇതിനിടയ്ക്ക് ബിഗ് ബോസ് പറഞ്ഞു പുറത്തെ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാൻ പാടില്ല ബാക്കിയത്.